ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സ് ആണ്. ബീറ്റാലാക്ടം റിംഗ് ഉള്ളത് കൊണ്ടാണ് ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സിന് പ്രത്യേകിച്ച് നെയിംലി ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബാക്ടീരിയ സംബന്ധിച്ച് അതിന്റെ സെൽ വാൾ അല്ലെങ്കിൽ സെൽ വാൾ ഇന്റഗ്രിറ്റി വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതിന്റെ മെറ്റാബോളിസം അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൽ സെൽ വാളിനെയോ അല്ലെങ്കിൽ ബാക്ടീരിയ സെൽ വാൾ ഉണ്ടാക്കാനായിട്ട് കാരണമുള്ള എന്താണോ കാരണമായതിന് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബീറ്റാലാക്ടം ആന്റിബയോട്ടിക് എന്തെന്ന് വെച്ചാൽ ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഓരോന്നിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പെൻസിലിൻ ടൈപ്പ് ആണ്. സോ അതിനകത്ത് വരുന്ന ഫസ്റ്റ് കാറ്റഗറി ഈസ് നാച്ചുറൽ പെൻസിലിൻ ആണ്. സോ ബെൻസൈൽ പെൻസിലിൻ അല്ലെങ്കിൽ പെൻസിലിൻ ജി ആണ് നമ്മൾ പറയുക. സോ നാച്ചുറൽ പെൻസിലിൻ ആണ്, ഒബ്റ്റെയിൻഡ് ഫ്രം പെൻസിലിയം നൊട്ടേറ്റം ഫംഗസ്. സോ പെൻസിലിയം നൊട്ടേറ്റം ഫംഗസിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ടൈപ്പ് ഓഫ് പെൻസിലിൻ ആണ് ബെൻസൈൽ പെൻസിലിൻ അല്ലെങ്കിൽ പെൻസിലിൻ ജി എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ആണ് പെൻസിലിൻ ജി അല്ലെങ്കിൽ ബെൻസൈൽ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ. ഇനി പെൻസിലിൻ ഒറിജിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞു, അതേപോലെ തന്നെ ഫംഗസ് ആയിട്ടുള്ള പെൻസിലിയം നൊട്ടേറ്റ് നിന്നാണ് ഉണ്ടാക്കുന്നത്. ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഫീൽഡ് ഓഫ് മെഡിസിനിലെ ഫസ്റ്റ് ഡിസ്കവറിയും അത് മാത്രമല്ല ഒരുപാട് ഇൻഫെക്ഷന് പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആയിട്ടാണ് പെൻസിലിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. ഇനി സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി പറയാം. സോ നാച്ചുറൽ പെൻസിലിൻ എന്ന് പറയുന്നത് ലൈക്ക് ബെൻസൈൽ പെൻസിലിനൊക്കെ നമുക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, അതുമായി കാരണത്താൽ വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ടൈപ്പ് ഓഫ് പാത്തജൻ ഒക്കെ അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയോ അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസുകൾ ഉണ്ട്. സോ ഞാൻ അത് ലാസ്റ്റ് നമുക്ക് തരാം കേട്ടോ, ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന രീതിയിൽ നമുക്ക് തരാം. അപ്പോൾ നിങ്ങളത് പഠിച്ചാൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ പാത്തജൻസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? പെൻസിലിൻ ടൈപ്പിൽ പറഞ്ഞു, നാച്ചുറൽ പെൻസിലിൻ ജി ആണ്, പെൻസിലിൻ നൊട്ടേറ്റം ഫംഗസ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചൊരു ടൈപ്പ് ഓഫ് പെൻസിലിൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ബേസിക്കലി പറയുവാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരുപാട് ഇൻഫെക്ഷൻസിന് ലൈക്ക് അത് കോസ് ചെയ്യുന്ന പാത്തജൻ, ഈവൻ ദോ പാത്തജൻ ഇൻക്ലൂഡിങ് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ ആണ് കേട്ടോ. സോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ബേസിക്കലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. സോ നെക്സ്റ്റ് വൺ ഈസ് സെമി സിന്തറ്റിക് പെൻസിലിൻ ആണ്. സോ സെമി സിന്തറ്റിക് പെൻസിൽ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഈസ് ആസിഡ് റെസിസ്റ്റന്റ് പെൻസിൽ, അതായത് ആസിഡിന് റെസിസ്റ്റൻസ് കാണിക്കുന്ന പെൻസിലിനാണ്. ഫിനോക്സി മീഥൈൽ പെൻസിലിൻ ഒക്കെയാണ്. സോ ബേസിക്കലി പെൻസിലിൻ വി എന്നാണ് പറയുക. സോ പെൻസിലിൻ വി എന്ന് പറയുന്നത് ഒരു സെമി സിന്തറ്റിക് പെൻസിലിനാണ്. മറന്നു പോകരുത്, പെൻസിലിൻ വി എന്ന് പറയുന്നത് ഒരു സെമി സിന്തറ്റിക് പെൻസിലിനാണ്. മോർ ആസിഡ് റെസിസ്റ്റന്റ് ആണ് ദാൻ ദ ഒറിജിനൽ പെൻസിലിൻ ജി. സോ നമ്മൾ പെൻസിലിൻ ജിനെ വെച്ചിട്ട് പെൻസിലിൻ വിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ആസിഡ് റെസിസ്റ്റന്റ് ആണ്. അത് മാത്രമല്ല, കോമൺലി യൂസ് ചെയ്യുന്നത് ഈ റുമാറ്റിക് ഫീവർ വരാതിരിക്കാൻ വേണ്ടി പ്രോഫൈലാക്സ് ആയിട്ട് കൊടുക്കുക. അതായത് റുമാറ്റിക് ഫീവർ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് ആയിട്ടാണ് നമ്മൾ ഈ ആസിഡ് റെസിസ്റ്റന്റ് പെൻസിലിൻ ആയിട്ടുള്ള പെൻസിലിൻ വി കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഫിനോക്സി മീഥൈൽ പെൻസിലിൻ ആണ് ഒരു സെമി സിന്തറ്റിക് പെൻസിലിൻ ആണ്, മോർ ആസിഡ് റെസിസ്റ്റന്റ് ആണ് നമ്മൾ ഒറിജിനൽ പെൻസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, എന്താണ് പ്രൊഫൈലാറ്റിക് ഓഫ് ദി റുമാറ്റിക് ഫീവർ. അപ്പോൾ ഇത് മറന്നു പോകരുത്, പ്രൊഫൈലാറ്റിക് ഓഫ് ദി റുമാറ്റിക് ഫീവർ ആണ്. രണ്ട് പെൻസിലിനാമേസ് റെസിസ്റ്റൻസ് പെൻസിലിൻ ആണ്. കോണ്ടം എന്ന് പഠിച്ചാൽ മതി ഷോർട്ട് ഫോം പഠിക്കാനായിട്ട്. ഒന്നും കൂടെ പറയാം, പെൻസിലിനാമേസ് റെസിസ്റ്റന്റ് പെൻസിലിനാണ്, കോണ്ടം എന്ന് പഠിച്ചാൽ മതി. സോ ഇതും സെമി സിന്തറ്റിക് പെൻസിലിലേക്ക് മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ, പിന്നെ ഓക്സാസിലിൻ, നഫ്സിലിൻ ആൻഡ് ഡൈക്ലോക്സാസിലിൻ ആണ്. ഇതൊക്കെ എല്ലാം പെൻസിലിനാമേസ് റെസിസ്റ്റന്റ് ആണ്. അപ്പം ഇത് പഠിക്കാനുള്ള ഷോർട്ട് ഫോം ആണ് ഞാൻ പറഞ്ഞത്. C4 cloxacillin and O4 oxacillin and N4 nafcillin and D4 dicloxacillin and M4
മെത്തിസിലിൻ. സോ ഇങ്ങനെ എളുപ്പം പഠിക്കാനാണ് കോണ്ടം എന്നുള്ളൊരു ഷോർട്ട് ഫോം കൊടുത്തിട്ടുള്ളത്. സോ അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു പെൻസിലിനാമേസ് റെസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. സോ എന്താണ് ഈ പെൻസിലിനാമേസ് റെസിസ്റ്റന്റ്? ആൻ എൻസൈം ദാറ്റ് ക്യാൻ ബ്രേക്ക് ഡൗൺ റെഗുലർ പെൻസിലിൻ. സോ നമ്മുടെ പെൻസിലിന് ഒരു ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ പെൻസിലിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കുന്ന എൻസൈമിന് റെസിസ്റ്റൻസ് കാണിക്കുന്ന ഡ്രഗിനെയാണ് നമ്മൾ പെൻസിലിനാമേസ് റെസിസ്റ്റന്റ് പറയാം. സോ മെത്തിസിലിനൊന്നും ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കാറില്ല, ബിക്കോസ് ഡ്യൂ ടു സൈഡ് എഫക്ട്, സിവിയർ സൈഡ് എഫക്ട് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ മെത്തിസിലിനൊന്നും അധികം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. സോ പെൻസിലിനാമേസ് റെസിസ്റ്റന്റ് പെൻസിലിനാണ് കോണ്ടം എന്ന് പഠിക്കുക. ഓക്സാസിലിൻ, നഫിസിലിൻ, ഡൈക്ലോക്സാസിലിൻ ആൻഡ് ക്ലോക്സാസിലിൻ ആണ്. സോ പെൻസിലിനാമേസ്, അതായത് നമ്മുടെ പെൻസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന് എന്ത് ചെയ്യുന്നു, അതിന് അഗെയിൻസ്റ്റ് റെസിസ്റ്റന്റ് ആവുന്നതാണ്. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു, ആസിഡ് റെസിസ്റ്റന്റ് ആൻഡ് പെൻസിലിനാമേസ് റെസിസ്റ്റന്റ്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻ ആണ്. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിനാണ്. ഫസ്റ്റ് വൺ ഈസ് അമിനോ പെൻസിലിൻസ്. അമിനോ പെൻസിലിൻസ് ആണ് ആംബിസിലിൻ, അമോക്സിലിൻ ആൻഡ് ബക്കാംബിസിലിൻ ആണ്. സോ ബക്കാംബിസിലിൻ എന്ന് പറയുന്നത് ആംബിസിലിന്റെ ഒരു പ്രോഡ്രഗ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബക്കാംബിസിലിൻ എന്ന് പറയുന്നത് ആംബിസിലിന്റെ ഒരു പ്രോഡ്രഗ് ആണ്. സോ ആർ എക്സാമ്പിൾ ഓഫ് അമിനോ പെൻസിലിൻ വിച്ച് ഹാവ് എൻ എക്സ്റ്റൻഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി കമ്പയർഡ് ടു ഒറിജിനൽ പെൻസിലിൻ. സോ ഒറിജിനൽ പെൻസിലിൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ അമിനോ പെൻസിലിനസ് ഒക്കെ ഇച്ചിരി കൂടെ അടിപൊളിയാണ്, അതായത് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ ഒന്നും കൂടെ പറയാം, അമിനോ പെൻസിലിൻ ആണ്, എക്സ്റ്റൻഡ് സ്പെക്ട്രം പെൻസിലിൻ ആണ്, ആംബിസിലിൻ, അമോക്സിലിൻ ആൻഡ് ബക്കാംബിസിലിൻ ആണ്. സോ ബക്കാംബിസിലിൻ എന്ന് പറയുന്നത് ആംബിസിലിന്റെ ഒരു പ്രോഡ്രഗ് ആണ്. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ അമിനോ പെൻസിലിൻസ് ഒക്കെ എക്സ്റ്റൻഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി കാണിക്കാറുണ്ട്. ഒറിജിനൽ പെൻസിലിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി സാധനമാണ്. നെക്സ്റ്റ് വൺ ഈസ് കാർബോക്സി പെൻസിലിൻസ് ആണ്. സോ കാർബെൻസിലിൻ ആൻഡ് ട്രൈകാർസിലിൻ ആൻഡ് കാർബോക്സി പെൻസിലിൻസ് ആണ് എക്സാമ്പിൾസ് വരുന്നത്. ഒരുപാട് ബാക്ടീരിയ ലൈക്ക് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് പോലും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ് കാർബോക്സി പെൻസിലിൻസിന് എക്സാമ്പിൾ വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് യൂറിഡോ പെൻസിലിൻസ് ആണ്. സോ മെസ്ലോസിലിൻ, അസ്ലോസിലിൻ ആൻഡ് പിപ്പറാസിലിൻ ഒക്കെയാണ് ബേസിക്കലി യൂറിഡോ പെൻസിലിൻസിന് എക്സാമ്പിൾ വരിക. സോ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണ്, ലൈക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് എന്ത്, യൂറിഡോ പെൻസിലിൻസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമിനോ പെൻസിലിൻസിൽ ആംബിസിലിന്റെ പ്രോഡ്രഗ് ആണ് ബക്കാംബിസിലിൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് മാത്രമാണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്. കാര്യം വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് കേട്ടോ. ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ പേര് പറയുന്ന പോലെ തന്നെ ബീറ്റ ലാക്ടമേസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ ഈസ് ക്ലാവുലാനിക് ആസിഡ് ആണ്. സോ ക്ലാവുലാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിംഗ് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. ഒന്നും കൂടെ പറയാം, ക്ലാവുലാനിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി അമോക്സിസിലിനും അല്ലെങ്കിൽ ടിക്കസിലിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ മിക്ക ആൾക്കാർക്ക് അറിയാം അമോക്സിലിൻ പ്ലസ് ക്ലാവുലാനിക് ആസിഡ് ആണ്. അത് മാത്രമല്ല ടിക്കാർക്സിലിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ബിക്കോസ് ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്ററും ആണ്, അതിൻ്റെ കൂടെ നമ്മൾ ഈ അമോക്സിസിലിനും അല്ലെങ്കിൽ ടിക്കാസിലിനും കൂടെ കൊടുക്കുമെന്നും ഒരു ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈ സുൽബാക്ടം ആണ്. സോ സുൽബാക്ടം എന്ന് പറയുന്നത് സിന്തറ്റിക് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. മറന്നു പോകരുത്, സിന്തറ്റിക് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആണ് ആര്, സുൽബാക്ടം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആംബിസിലിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ബോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണ്. റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളതിന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ റെസിസ്റ്റൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. റെസിസ്റ്റൻസ് ഉള്ള ഓൾറെഡി ബാക്ടീരിയാസ് ആണെങ്കിൽ പോലും നമുക്ക് കോമ്പിനേഷൻ വിത്ത് സുൽബാക്ടം ആൻഡ് ആംബിസിലിൻ ആണെങ്കിൽ അതിന് പോലും ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ടൊസാബാക്ടം ആണ്. സോ ടൊസാബാക്ടം ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ തന്നെയാണ്. ആന്റിബയോട്ടിക് ലൈക്ക് പിപ്രാസിക്ലിന്റെ കൂടെയൊക്കെയാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കാറുള്ളത്. സോ ഇത് വൈഡ് റേഞ്ച് ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ടൊസോബാക്ടം ആണ്. സോ എന്ന് ഞാൻ പറഞ്ഞത് കോമ്പിനേഷൻ വിത്ത് ആന്റിബയോട്ടിക് പിപ്രാസിലിൻ ആണ്. സോ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ്. അപ്പം നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവുക അമോക്സിലിൻ പ്ലസ് ക്ലാവുലാനിക് ആസിഡ് ആണ്. എന്നാൽ അത് മാത്രമല്ല ഉള്ളത്, സുൽബാക്ടം ഉണ്ട്, ടൊസാബാക്ടം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
സോ നെക്സ്റ്റ് വൺ ഈസ് ഓറലി ആക്റ്റീവ് ആസിഡ് സ്റ്റേബിൾ പെൻസിലിൻസ് ആണ്, അതായത് ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെൻസിലിൻസ് എക്സാമ്പിൾ ആണ്. സോ വി പോഡ്ക എന്ന് പഠിക്കുക ഒരു ഗ്രൂപ്പ് ഓഫ് പെൻസിലിൻസ് ആണ്. സോ ബേസിക്കലി നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ഡ്രഗുകളെയാണ് നമ്മൾ ഓറലി ആക്റ്റീവ് ആസിഡ് സ്റ്റേബിൾ റെസിസ്റ്റന്റ് പെൻസിലിൻ എന്ന് പറയാം. സോ ദ ഇൻക്ലൂഡ് പെൻസിലിൻ ബി, ഓക്സാസിലിൻ, ഡിക്ലോക്സാസിലിൻ ആൻഡ് ക്ലോക്സാസിലിൻ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓൾറെഡി പഠിച്ച ഡ്രഗ്സ് ആണ്, സെയിം തന്നെയാണ്. വി പോഡ്ക എന്ന് പഠിക്കുക ഓറലി ആക്റ്റീവ് ആസിഡ് സ്റ്റേബിൾ പെൻസിലിൻസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ആംബിസിലിൻ ആൻഡ് അമോക്സിലിൻ ആണ്. സെമിസിനറി പെൻസിലിൻസ് ആണ് ഈ ആംബിസിലിൻ, അമോക്സിലിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആസിഡ് സ്റ്റേബിൾ ആണ്. ഈവൻ ദോ ഓർലി എടുത്താൽ പോലും ഈവൻ ദോ നമ്മൾ വി പോഡ്ക അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഗ്രൂപ്പിൽ പറഞ്ഞ ഡ്രഗ്സിനേക്കാൾ മോർ എഫക്റ്റീവ് ആണ് ആംബിസിലിനും അമോക്സിലിനും കമ്പയർ ചെയ്യുമ്പോൾ. ആസിഡ് റെസിസ്റ്റൻസ് കാര്യം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മോർ ആയിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി കാണിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഡ്രഗ് സേഫ് ഇൻ ദ പ്രഗ്നൻസി ആണ്. സോ പ്രഗ്നൻസി ആയിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഡ്രഗുകൾ കൊടുക്കാമെന്നാണ് ചോദ്യം വരുന്നത്. അതിൽ മാക്രോലൈറ്റ്സ് ആണ്. മാക്രോലൈറ്റ്സ് എറിത്രോമൈസിൻ കൊടുക്കാം. സോ പ്രഗ്നൻസിയിൽ നമുക്ക് സേഫർ ആണ്. നമുക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ പെൻസിലിനൊക്കെ അവർക്ക് അലർജിക് ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ പെൻസിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായി കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ് മാക്രോലൈറ്റ്സ്, എറിത്രോമൈസിൻ ഒക്കെയാണ് കൊടുക്കാൻ പറ്റുക. സോ പെൻസിലിനും അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കോമൺലി എന്ത് ചെയ്യാറുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പ്രഗ്നൻസിയിൽ. എന്നാൽ തന്നെയും നമ്മൾ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനെ വെച്ചിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, പിന്നെ സെൻസിറ്റിവിറ്റി കൺസിഡർ ചെയ്യാറുണ്ട്. സോ പെൻസിലിൻ്റെ ഒക്കെ ഒരു മേജർ സൈഡ് എഫക്റ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഇപ്പൊ ആംബിസിലിൻ്റെ ഒക്കെ പറയുവാണെങ്കിൽ ഡയറിയ, കണ്ടിന്യൂസ്ലി ഡയറിയ ഒക്കെ കാണും കേട്ടോ. അപ്പം എല്ലാവർക്കും വളരെ ഡിപ്പെൻസ് ആണ്. അപ്പൊ അതേപോലെ പെൻസിലും കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് സെഫലോസ്പോറിനാണ്. സെഫലോസ്പോറിൻ സെഫലക്സിനൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ബേസിക്കലി പെൻസിലിൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പെൻസിലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് കേട്ടോ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ ബേസിക്കലി സെഫലോസ്പോറിനൊക്കെ കൊടുക്കാറുണ്ട്. പെൻസിലിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളത് മാക്രോലൈറ്റ്സ്, പെൻസിലിൻ ആൻഡ് സെഫലോസ്പോറിൻ ആണ്. ശ്രദ്ധിച്ചു വെക്കുക. സെഫലോസ്പോറിൻ ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് പെൻസിലിൻ ആൻഡ് മാക്രോലൈറ്റ് ഇസ് ഓൾസോ ആൻ ഓൾട്ടർനേറ്റീവ് ഓഫ് ദി പെൻസിലിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പെൻസിലിൻ ജീനെ പറ്റിയിട്ടാണ്. പെൻസിലിൻ ജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് കൊടുക്കുന്ന ഡ്രഗ് ആണ്. സോ ഈ പെൻസിലിൻ ജീൻ്റെ ഒരു ഡ്രോബാക്ക് അല്ല, എൻ്റെ ഒരു പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് പെൻസിലിൻ ജിക്ക് ഉള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോ ബെൻസൈൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇറ്റ്സ് ഡ്യൂറേഷൻ ബൈ ഇൻഹിബിറ്റിംഗ് ദ ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷൻ ഓഫ് പെൻസിലിൻ ജി. സോ പെൻസിലിൻ ജീൻ്റെ ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷൻ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രോ ബെൻസൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ മാത്രമല്ല ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ആസ് വെൽ ആസ് ആക്ടിനോമൈസിൻ, ഗാൻ ഗാഗ്രിസ്, ആന്ത്രാക്സ്, ലെപ്രസിയ, സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഗൊണേറിയ ഒക്കെ നിങ്ങൾക്കറിയാം സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ആൻഡ് ട്രഫ്നോമിയ പാലിഡിയം അതൊക്കെ സിഫിലിസ് കാരണം അല്ലെങ്കിൽ സിഫിലിസ് കോസ് ചെയ്യാനുള്ള ഏജന്റ് ഒക്കെയാണ്. ഇതൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത് പഠിക്കുക കേട്ടോ. ട്രെപ്റ്റോണിമ ആൻഡ് പലീഡിയം പഠിക്കുക. ദ കോസേറ്റ് ഏജന്റ് ഓഫ് സിഫിലിസ് ആണ്. സോ അത് മാത്രമല്ല മെനിഞ്ചൈറ്റിസ് നോക്കി വെക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊക്കെ നോക്കി വെക്കുക. സോ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള ബാക്ടീരിയസിന് കൊടുക്കാൻ പറ്റും. സോ പെൻസിലിൻ ജി എന്ന് വെച്ചാൽ ഒരു മോസ്റ്റ് നോൺ ടോക്സിക് ആന്റിബയോട്ടിക് ആണെന്ന് പറയാം. സോ ബേസിക്കലി ഡോസേജ് 60 ഗ്രാം വിത്തൗട്ട് ടോക്സിറ്റി. സോ ഓർലി 60 ഗ്രാം ആണ്. നമുക്ക് ടോക്സിറ്റിയോ കാര്യങ്ങളൊന്നും 60 ഗ്രാമിൽ കാണില്ല. ദാറ്റ് മീൻസ് നമുക്ക് ടോളറേറ്റബിൾ ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോം ആണ് 60 ഗ്രാം എന്ന് പറയുന്നത്. സോ അനാഫൈലാക്സിസ് ഷോക്ക് ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല മറ്റുള്ള സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ജെറിഷ് ഹെയർ എക്സിമെറ്റ്സ് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. സോ ഇതൊരു ക്ലിനിക്കൽ ഫിനോമിന കേട്ടോ. അത് ഓൾറെഡി ആന്റിബയോട്ടിക് ഇൻഫെക്ഷൻ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഇതൊക്കെ ആസ്പിറിൻ വെച്ചിട്ട് പ്രീ ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് പെൻസിലിൻ ജി. ആലോചിക്കുക, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് കൊടുക്കാം. ഗ്രാം പോസിറ്റീവ് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുക, ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. പ്രോ ബെൻസിലൈഡ് കൊടുത്താൽ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. സോ ബാക്കിയുള്ള സൈഡ് എഫക്റ്റുകൾ നോക്കി വെക്കാം. സോ ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ആന്റി സെഫലോകോക്കി ഉണ്ട്. സോ
ഗ്രാം പോസിറ്റീവ് ഇൻഫെക്ഷന് കൊടുക്കുന്നതാണ് ക്ലോക്സാസിലിൻ, മെത്തിസിലിൻ, നഫിസിലിൻ ആണ്. പെൻസിലിൻ ആൻഡ് ആന്റി സ്യൂഡോമോണൽ ഉണ്ട്. സോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കൊടുക്കുകയാണ്. സോ കാർബിസിലിൻ, ടെക്കാസ്ക്ലിൻ ആൻഡ് പിപ്രാസിലിൻ ആണ്. ബ്രോഡ് സ്പെക്ട്രം ഉണ്ട്. സോ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവിന് കൊടുക്കുന്നതാണ് ആംബിസിലിൻ ആൻഡ് അമോക്സിലിൻ ആണ്. ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് എന്താണ്, നമ്മൾ എൻസൈംസിനെയാണ് അഫക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ക്ലാവുലാനിക് ആസിഡ്, സൾബാക്ടം ആൻഡ് ടോസ്ബാക്ടം ആണ്. സോ നമ്മൾ പഠിച്ച സാധനത്തിനെ ഒന്നും കൂടെ ഒന്ന് ബ്രീഫാക്കി വെച്ചു. ഇത്രയും പഠിച്ചതിന് നമ്മളൊന്ന് ബ്രീഫാക്കി വെച്ചിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സെഫാലോസ്പോറിൻ ആണ്. സോ സെഫാലോസ്പോറിൻ എല്ലാവർക്കും അറിയാം, ഒരു സെമി സിന്തറ്റിക് ആന്റിബയോട്ടിക് ആണ്. ഫംഗസ് ആയിട്ടുള്ള അക്രോമോണിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഫംഗസ് അക്രോമോണിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. സോ സെഫാലോസ്പോറിൻ സെമി സിന്തറ്റിക് ആന്റിബയോട്ടിക് ആണ്. സോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അല്ല, ആക്ടിവിറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആണ്. ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ഇസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ആൻഡ് സർജിക്കൽ പ്രൊഫൈൽ, സർജറിക്കൊക്കെ മുന്നേ കൊടുക്കുന്നതാണ്. കാര്യം ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ് ജനറേഷൻ ഉണ്ട്. സോ സെഫാലോസ്പോറിനിൽ വരുന്നത് അനേറോബിക് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ഉപയോഗിക്കുക. സോ സെക്കൻഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ കൂടുതൽ ഉപയോഗിക്കുന്നത് അനേറോബിക് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആണ്. ആൻഡ് ദ തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ ഉപയോഗിക്കുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ആണ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, അനേറോബിക് അല്ലേ, ആൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാം നെഗറ്റീവ് ആണ്. അപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോർത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. സോ നോസോകോമിയൽ അറിയാലോ നിങ്ങൾക്ക്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ പറയാം. ഫിഫ്ത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻസ് ആണ്. സോ ബേസിക്കലി എക്സാമ്പിൾ പറയുന്നത് സെഫ്ട്രോലോയിൻ ആൻഡ് സെഫ്ട്രോബിപ്രോൾ അതൊക്കെയാണ് എക്സാമ്പിൾ വരിക. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ബേസിക്കലി MRSAക്ക് ഉപയോഗിക്കുകയാണ്. അതായത് മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫിലോകോക്കസ് ഓറസിന് അഗെയിൻസ്റ്റ്, അത് നമ്മൾ MRSAന് അഗെയിൻസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ ഓഫ് സെഫാലോസ്പോറിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇതൊക്കെ ത്രിപാദിയുടെ നോട്ടാണ്. മാക്സിമം പറ്റുന്ന കോഡുകളൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി സെഫാലോസ്പോറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ അതിന്റെ സ്ട്രക്ചറിലും പെൻസിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രക്ചറും ഫംഗ്ഷൻസും ഒക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. അതിൻ്റെ ബ്രോഡ് സ്പെക്ട്രം ഓഫും അതിൻ്റെ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസിലും ഒക്കെയാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. സോ സെഫാലോസ്പോറിൻ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ജനറേഷൻ ആണ്. സോ സെഫ അല്ലെങ്കിൽ സെഫ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്. സോ നമ്മൾ പ്രോഫൈലാക്സ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെഫലക്സിൻ, സെഫഡ്രോക്സിലിൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നിങ്ങൾ എക്സാമ്പിൾ വായിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ ഈ സെക്കൻഡ് ജനറേഷൻ ആണ്. സോ ബേസിക്കലി സെഫാക്ലോർ ആൻഡ് സെഫ്രോസിൽ ആൻഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരിക. തേർഡ് ജനറേഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് കൊടുക്കുന്ന ടാർഗറ്റ് ടു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ തന്നെയാണ്. സോ സെഫിക്സിം, സെഫ്രോപൊഡോക്സിം ഒക്കെയാണ് എക്സാമ്പിൾ വരിക. ആൻഡ് ഫോർത്ത് ജനറേഷൻ ഉണ്ട്. സോ ഇവിടെ വരുന്നത് സെഫിപൈം ആൻഡ് പ്രൊമോൾസ് ഒക്കെയാണ് വരിക. സോ നോസോകോമൽ ഇൻഫെക്ഷന് കൊടുക്കുന്നതാണ്. സോ ഡ്രഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെഫ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഡ്രഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെഫ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടാവുക. സോ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. ഫോർത്ത് ജനറേഷൻ സെഫ് എന്നും ഇവിടെ ഫസ്റ്റ് ജനറേഷൻ സെഫ അല്ലെങ്കിൽ സെഫ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. രണ്ടിനും സ്റ്റാർട്ടിങ് നോക്കി വെക്കുക, അല്ലാണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും എന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും. സോ ഓൾറെഡി പറഞ്ഞതുപോലെ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് തന്നെയാണ്. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു ഡിസൈൻ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് മെക്കാനിസം ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ ഒരു ഡ്രഗ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫിഫ്ത്ത് ജനറേഷൻ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതിയായിരിക്കും. സോ ഇത്രയുമാണ് നമുക്ക് ടോട്ടലി ആന്റിബയോട്ടിക്സ് പഠിക്കാനുള്ളത്. സോ ഇത്രയും നന്നായിട്ട് പഠിക്കുക, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ക്ലാസ് കേൾക്കുക. സോ നെക്സ്റ്റ് കാണാം. ബൈ.